Hello children, welcome to Kids Area Online. Integration Day 2 exam കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം ഈസി ആയിരുന്നില്ലേ? ടീച്ചർ ഇന്നലെ പഠിപ്പിച്ച സെയിം ക്വസ്റ്റ്യൻസ് ഇന്നുണ്ടായിരുന്നു. എത്ര പേർ എഴുതി? ഓക്കെ, വെരി ഗുഡ്. നിങ്ങളുടെ പാരൻസിനും ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അവരെ ഒന്ന് പരിചയപ്പെടുത്താം. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുവാണ്. ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുവാണ്. 3rd ടേം ക്ലാസ് എക്സാം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതോടൊപ്പം സൂം ക്ലാസ്സിലായിരിക്കും ലൈവ് സെഷൻ വരുന്നത്. അതിൻ്റെ റെക്കോർഡ് സെഷനും അവൈലബിൾ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീച്ചർ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായിരുന്നു? കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ പിറന്നാൾ എത്തി. പിറന്നാളിന് ആരൊക്കെ എത്തുമെന്ന് ടീച്ചർ പഠിപ്പിച്ചു അല്ലേ? ഇതാ നോക്കി, അതേ ക്വസ്റ്റ്യൻ. പിറന്നാളിന് വന്ന ജീവികളെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് തരംതിരിച്ചെഴുതൂ. ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇഴയുന്നവ, പറക്കുന്നവ, നടക്കുന്നവ. ഇവിടെ നിന്നും ഇഴയുന്നവർ ആരൊക്കെയാണ്? പല്ലി, പാമ്പ്, ഒച്ച്. പറക്കുന്നവ ആരൊക്കെയാ? തത്ത, പൂമ്പാറ്റ, കാക്ക. നടക്കുന്നവർ ആരൊക്കെയാ? മാൻ, അണ്ണാൻ, ഉറുമ്പ്, മുയൽ. ഓക്കെ, എഴുതിയിരുന്നോ? എഴുതിയല്ലേ? അടുത്തെന്താണെന്ന് നോക്കിയാലോ. അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഫ്ലവർ ബാസ്ക്കറ്റ് ആയിരുന്നു. ഫ്ലവർ ബാസ്ക്കറ്റിൽ എന്താണെന്ന് അറിയാവോ? ഇവിടെ കുറച്ച് ബാസ്ക്കറ്റ്സ് ഉണ്ട്. അതിൽ പൂക്കളുണ്ട്. ഇവിടെ 96 പൂക്കളുടെ കളേഴ്സ് പറയാം. ബ്ലൂ ആൻഡ് റെഡ് ആണ് കേട്ടോ. നീലയും ചുവപ്പുമാണ്. നീലയും ചുവപ്പും കൂടെയുള്ള പൂക്കളാണ് ഓരോ ബാസ്ക്കറ്റിലുള്ളത്. ഈ ബാസ്ക്കറ്റിൽ 96 പൂക്കളുണ്ട്. ഈ ബാസ്ക്കറ്റിൽ 84 പൂക്കളുണ്ട്. ഈ ബാസ്ക്കറ്റിൽ 78 പൂക്കളുണ്ട്. ഈ ബാസ്ക്കറ്റിൽ 67 പൂക്കളുണ്ട്. ഈ ബാസ്ക്കറ്റിലോ 54 പൂക്കളുണ്ട്. ഇപ്പോൾ 96 കിട്ടിയ ബാസ്ക്കറ്റിൽ 45 ബ്ലൂ ഫ്ലവേഴ്സ് ആണ്. എന്നാൽ റെഡ് ഫ്ലവേഴ്സ് എത്ര? എന്ത് ചെയ്താൽ മതി? 96ൽ നിന്ന് 45 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടുത്തെ ആൻസർ കിട്ടും 84 കിട്ടണമെങ്കിൽ ഏതെങ്കിലും 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. ആ 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം. കാരണം എന്താ, ചിലർ എന്ത് ചെയ്യും? 84ൻ്റെ ഒരു സംഖ്യ കുറച്ചിട്ട് മറ്റേ സംഖ്യ, കുറയ്ക്കുന്ന സംഖ്യയും മറ്റേ കിട്ടുന്ന ആ സംഖ്യയും എഴുതും. അത് ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിനാണ് 2 സംഖ്യകൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, 78 ഇവിടെ 45ന് 51, 45 + 51 96. ഇവിടെ 78ൽ റെഡ് പൂക്കൾ 36 ആണ്. ബ്ലൂ പൂക്കൾ എത്ര ഉണ്ടാവും? 42. ബാക്കിയുള്ളത് കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? അത് ഫില്ല് ചെയ്യാം. പക്ഷേ രണ്ടും കൂടി കൂട്ടുമ്പോൾ, ബ്ലൂ ഫ്ലവേഴ്സും റെഡ് ഫ്ലവേഴ്സും കൂടി കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഫ്ലവേഴ്സ് കിട്ടണം. അത്രയേ ഉള്ളൂ. അതായിരുന്നു 7ാമത്തെ ആക്ടിവിറ്റി. നെക്സ്റ്റ് ആക്ടിവിറ്റി വരികൾ കൂട്ടിച്ചേർക്കാമെന്നുള്ളതായിരുന്നു. സിംഹരാജന്റെ പിറന്നാളിന് ജീവികളെല്ലാവരും ഒത്തുകൂടി. ചിറകു വിരിച്ച് പാറി വരുന്നു സുന്ദരിയാകും തത്തമ്മ, പീലി വിടർത്തി ആടി വരുന്നു ചേലേറുന്നൊരു മയിലമ്മ. ഇതുപോലെ ഇനി ആരൊക്കെയുണ്ട് ഇവിടെ? മുയലുണ്ട്, കുരങ്ങനുണ്ട്, അണ്ണാനുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം? ഇതുപോലെ പാട്ട് തയ്യാറാക്കാം. ഈ ജീവികളെ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ചേർത്ത് പാട്ട് തയ്യാറാക്കാം. വരികൾ കൂട്ടിച്ചേർക്കാം. അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനാണ് എഴുതുന്നുണ്ടാവുക. ഓക്കെ, ഇനി പദപ്രശ്നം. ലാസ്റ്റ് ആക്ടിവിറ്റി പദപ്രശ്നമായിരുന്നു. ലാസ്റ്റിന് തൊട്ട് മുമ്പുള്ളത് പദപ്രശ്നം. ഒന്നാമത്തേത്, വലിയ ചെവിയുണ്ട്, സസ്യാഹാരം മാത്രമേ കഴിക്കൂ. ആരാ? വലിയ ചെവിയുണ്ട്. അതാരാ? ആന. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം ആന. വലത്തോട്ടാണ്. കണ്ടാൽ ഒരു രോമക്കൂട്, തിന്നാനിഷ്ടം തേൻകൂട്, കായിൽ തുടങ്ങും എന്നുടെ പേര്. ആരാ? തേനിഷ്ടമുള്ള മൃഗം ഏതാ? കരടി. 2 വലത്തോട്ട്. കരടി, കരടി. സഞ്ചാരം രാത്രിയിൽ, മരച്ചില്ലയിൽ തലകീഴായി തൂങ്ങും, കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഞാനാരാ?
വവ്വാൽ. 3 വലത്തോട്ട്. വവ്വാൽ. അടുത്ത ക്വസ്റ്റ്യൻ താഴോട്ടേക്കാണേ. പുറന്തോടുണ്ട്, നടത്തം പതുക്കെ, വെള്ളത്തിൽ നീന്തും, മുട്ടയിടും. ആരാ? ആമ. താഴോട്ട്. ആമ. ഇവിടെ എഴുതിയിട്ടുണ്ട്. ആനയുടെ ഉണ്ട്, മാ കൂടെ എഴുതിയാൽ മതി. ആമ. കൂർത്ത നഖവും പല്ലും, മാംസാഹാരം കഴിക്കും, കുഞ്ഞുങ്ങളെ പ്രസവിക്കും, ദേശീയ മൃഗമാണ്. നമ്മുടെ ദേശീയ മൃഗം ഏതാ? കടുവ, ടൈഗർ. 2 ഇവിടെ താഴേക്ക്. കടുവ. ഇതായിരുന്നു അടുത്ത ആക്ടിവിറ്റി. പ്രവർത്തനം 9. ഇന്നത്തെ എക്സാമിൻ്റെ ലാസ്റ്റ് വൺ. പ്രവർത്തനം 10. സംഭാഷണം പൂർത്തിയാക്കാം. സിംഹരാജന്റെ പിറന്നാൾ ആഘോഷം കെങ്കേമമായി. ചിന്നുക്കുരുവിയെ മാത്രം കണ്ടില്ല. അവൾക്കിതെന്തു പറ്റി? മടക്കയാത്രയിൽ മിന്നുത്തത്ത ചിന്നുക്കുരുവിയെ കാണാൻ പോയി. മിന്നുത്തത്ത എന്ത് പറയാണ്? ചിന്നു, പിറന്നാളിന് നിന്നെ കണ്ടില്ലല്ലോ. അപ്പൊ ചിന്നുക്കുരുവി എന്ത് പറഞ്ഞു? ഇന്നലത്തെ കാറ്റിലും മഴയിലും എൻ്റെ കൂട് തകർന്നു പോയി. അപ്പോൾ മിന്നുത്തത്ത എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ചിന്നുക്കുരുവി തിരിച്ചെന്ത് പറഞ്ഞിട്ടുണ്ടാവും? മിന്നുത്തത്ത വീണ്ടും എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ചിന്നുക്കുരുവി വീണ്ടും എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അതാണ് 10ാമത്തെ പ്രവർത്തനം. അത് ഓരോ കുട്ടികളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ ഇൻ്റഗ്രേഷൻ ഡേ 2ലെ ക്വസ്റ്റ്യൻ പേപ്പർ. എക്സാം വളരെ ഈസി ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു.